ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന വർക്ക് ഉണ്ടല്ലോ, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, മിസ്സിങ്ങിൽ പൊട്ടൽ സൗണ്ട് ഉണ്ട്, മിസ്സിങ് കംപ്ലയിൻറ്റും പൊട്ടൽ സൗണ്ട്, പിക്കപ്പ് കുറവുണ്ട് വളരെ കുറവായിട്ട്, പിന്നെ ഓയിൽ ചെക്കപ്പ്, ജനറലായിട്ട് സർവീസ്, സ്പീഡോമീറ്റർ ചെക്ക് ചെയ്യുക, അതേപോലെ മീറ്റർ ഗ്ലാസ് കാര്യങ്ങളൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടാകും, മാറ്റിയിടാം. വണ്ടി വാട്ടർ സർവീസ് ചെയ്യുക. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി ഫസ്റ്റ് തന്നെ വണ്ടി എടുക്കുമ്പോൾ സ്റ്റാർട്ട് ആവാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. വണ്ടി കുറച്ച് ഓടുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 200 മീറ്റർ ഓടുമ്പോഴത്തേക്കും വണ്ടി ഓഫായി പോകുന്ന കംപ്ലയിൻ്റ് ഉണ്ട്. അത് നിലവിൽ ഈ വരുന്ന CDI എന്ന് പറയുന്ന ഈ യൂണിറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണ്. ഈ CDI എന്ന് പറഞ്ഞ യൂണിറ്റിൻ്റെ. അപ്പോൾ ഞാനത് ഫസ്റ്റ് ആ കംപ്ലയിൻറ്റ് കൺഫേം ചെയ്യാൻ വേണ്ടി ആ യൂണിറ്റ് അസംബ്ലി നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് നടത്തി. ഇതിപ്പോൾ നമ്മൾ പുതിയത് വെച്ചാണ് ഈ യൂണിറ്റ്. ഇത് പുതിയത് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് വണ്ടി ഓടിച്ചു നോക്കി. അപ്പോൾ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ്, മിസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓട്ടത്തിൽ ഓഫായി പോകുന്ന കംപ്ലയിൻറ്റ് മാറി. അത് ഇതിൻ്റെയാണ്. മിസ്സിങ്ങിന് വേറെയും കംപ്ലയിൻറ്റ്സ് ഉണ്ട്, കാരണം കാർബറേറ്റർ ചിറ്റൊക്കെ ബ്ലോക്കാണ്. അപ്പോൾ അതിൻ്റേതായുള്ള പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ വണ്ടി ഓട്ടത്തിൽ ഓഫായി പോകുന്ന കംപ്ലയിൻറ്റ് ഈ ഇലക്ട്രോണിക് യൂണിറ്റിൻ്റെയാണ്. CDI എന്ന് പറയും, ആ യൂണിറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അതിന് നമുക്ക് വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2168 നമുക്ക് ആ ഒരു ഐറ്റത്തിൻ്റെ മാത്രം റേറ്റ് തന്നെ കേട്ടോ. അപ്പോൾ അതിനുശേഷം വണ്ടി നമ്മൾ ജനറലായിട്ട് സർവീസിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്കപ്പാണ് വരുന്നത്. അതിനകത്ത് കംപ്ലയിൻസ് ഉള്ള ഭാഗങ്ങൾ നമുക്ക് അറിയാൻ പറ്റും, വണ്ടിയുടെ കംപ്ലയിൻസുകൾ കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും. അങ്ങനെ എല്ലാ ഭാഗവും തന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മീറ്ററിനകത്ത് നോക്കുമ്പോൾ 57,590 കിലോമീറ്ററോളം നിലയിൽ ഓടിയേക്കണേ. അതായത് 57,590 അതാണ് ഇപ്പോൾ ഓടിയേക്കണ കിലോമീറ്റർ. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി ബാക്ക് വീലിൻ്റെ ഭാഗം തൊട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബാക്കിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലീനിങ്ങിനൊക്കെ ആയിട്ട്. അത് നമുക്ക് സർവീസിനകത്തുള്ളതാണ് ബ്രേക്ക് ക്ലീനിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിതിനകത്ത് നോക്കുമ്പോൾ ഇതുമ്പോൾ ഉപയോഗിച്ചാണ് ലൈനർ പുതിയ ലൈനറാണ്. പക്ഷേ ഇത് ഒറിജിനൽ ലൈനർ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഈ സൈഡൊക്കെ ഹബിനകത്ത് കറക്റ്റായിട്ട് പിടിക്കുകയും ഈ ഭാഗമൊക്കെ ഹബിൻ്റെ ഭാഗത്ത് പിടിക്കാത്തൊരു കണ്ടീഷൻ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക് ഒരു ചതഞ്ഞ രീതിയിലുള്ള ബ്രേക്കായിരിക്കും. ഇപ്പോൾ പുതിയ ലൈനർ ആയതുകൊണ്ട് എന്തായാലും നമ്മളത് പൈസ കൊടുത്ത് മേടിച്ചു. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇത് തന്നെ ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. ബ്രേക്ക് ഇച്ചിരി ചതച്ചിലുണ്ടാകുന്നുള്ളൂ. സാധാരണ ബ്രേക്ക് പിടിക്കണ ഒരു കംഫർട്ട് കിട്ടില്ല, ഒരു ചെറിയ ചതയിലുണ്ടാവും എന്ന് മാത്രം. തൽക്കാലം ക്ലീൻ ചെയ്തിടാം. പിന്നെയുള്ളൊരു കംപ്ലയിൻറ്റ്, ബാക്ക് വീലിൻ്റെ ബെയറിങ് പോയി കിടക്കുകയാണ്. അതെന്ന് പറഞ്ഞാൽ ബാക്ക് വീല് സ്കൂട്ടർ മോഡലിൻ്റെ ഈ ഷാഫ്റ്റുമ്മയാണ് പിടിപ്പിക്കുക. അത് ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്കിത് ഇവിടെ ബെയറിങ് ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. അത് ഈ ഭാഗം ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ബെയറിങ്ങിന് ഷെയ്ക്ക് കാണുന്നുണ്ട്, നല്ല രീതിയിൽ ഷെയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ ബ്രേക്ക് പുതിയ ലൈനർ ഇട്ടാലോ, ഇപ്പോൾ ഇത് ലൈനർ മാറ്റി ഇപ്പോൾ കമ്പനി ലൈനർ ഇട്ടാൽ പോലും ഈ പറഞ്ഞ രീതിയിലുള്ള ബ്രേക്ക് ക്ലിയർ ആവില്ല, ചതയണ ബ്രേക്കായിരിക്കും. തന്നെയല്ല നമുക്ക് ഇത്രയും കംപ്ലയിൻറ്റ്സ് കാണിക്കുമ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ബ്രേക്ക് പിടിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന ഒരു കയറി പിടിക്കുന്നൊരു സിറ്റുവേഷൻ വന്നിട്ട്. അപ്പോൾ ഈ കംപ്ലയിൻറ്റ്സ് കാണിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ മാറ്റി കളഞ്ഞ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടല്ലോ, ആ ബെയറിങ് ഓവലായിട്ട് കിടന്ന് ഓടും, ഹബിന് കംപ്ലയിൻറ്റ്, അതേപോലെ തന്നെ ഇത് ഈ ഭാഗത്തൊക്കെ ഹബ്ബ് കയറി ഉരയാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ബെയറിങ് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിലത്തെ ഗിയർ ബോക്സ് ഫുള്ളായിട്ട് അഴിച്ചതിന് ശേഷമാണ് നമുക്കതിന് മാറ്റാനായിട്ട് പറ്റുള്ളൂ. ഏകദേശം നമുക്കിപ്പോൾ ഗിയർ ബോക്സ് അഴിച്ചിട്ട് സാധാരണ ഈ ഷാഫ്റ്റിൻ്റെ ഇവിടുത്തെ ബെയറിങ് മാത്രമാണ് കംപ്ലയിൻറ്റ് വരാറുള്ളൂ. നമുക്ക് 100% അഴിച്ചു നോക്കിയാലാണ് പറയാൻ പറ്റുള്ളൂ. എന്നാൽ പോലും ഈ ബെയറിങ്ങാണ് കോമൺ ആയിട്ട് കംപ്ലയിൻറ്റ് വരാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് അതിൻ്റെ പാർട്സുകളുടെയും ലേബർ ചാർജ് എല്ലാം കൂടി വരുമ്പോൾ ഗിയർ ബോക്സും മാത്രം നമുക്ക് ചെയ്തു വരുമ്പോൾ ഏകദേശം 1150 രൂപയാണ് നമുക്ക് അതിൻ്റെ റേറ്റ് തന്നെ. അതായത് പാർട്സുകൾ, ബെയറിങ്, ഓയിൽ സീൽ, ഗ്യാസ്കറ്റ്, അതിൻ്റെ ബ്രീത്തർ പൈപ്പ്, ഗിയർ ഓയിൽ അടക്കം എല്ലാം അടക്കം വരുമ്പോൾ ഏകദേശം ഒരു 1150 രൂപ അടുത്ത് നമുക്ക് അതിന് മാത്രം ചിലവ് വരുന്നുണ്ട്. ഇതിപ്പോൾ അത് ചെയ്യേണ്ട സിറ്റുവേഷനാണ്, കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കംപ്ലയിൻറ്റ്സ് കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ സൈഡിലേക്കൊക്കെ ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. എയർ ഫിൽട്ടർ നമ്മളിതുമ്പോൾ നോക്കുമ്പോൾ കിടക്കുന്ന ഫിൽട്ടർ പുതിയ ഫിൽട്ടറാണ്, പുത്തൻ ഫിൽട്ടറാണ്. പക്ഷേ അതും ഈ പറഞ്ഞ രീതിയുടെ ഒറിജിനലൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ഫിൽട്ടറാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ തൽക്കാലം കുഴപ്പമില്ല, നമുക്ക് ഇതന്നെ ക്ലീൻ ചെയ്തിടാം. കാരണം പിന്നീട് മാറ്റിയിടുന്ന സമയത്ത് നമ്മൾ ഒറിജിനൽ പാർട്സ് മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഓൾറെഡി കസ്റ്റമർ ഇത് അറിയണില്ല, ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കൊടുക്കും, അവർ മേടിച്ചിടുന്ന സംഭവമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടത് കമ്പനിയായിട്ടും മേടിച്ചിട്ടാൽ മതി. കാരണം കുറച്ച് ലാഭത്തിൽ കുറച്ച് കുറയുന്നത് ഒഴിച്ചാൽ ഓൾറെഡി ഇതിപ്പോൾ സെയിൽ ചെയ്യുമ്പോൾ മെക്കാനിക്കിന് കുറച്ച് പൈസ കിട്ടുമെന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. കാരണം കസ്റ്റമറെ സംബന്ധിച്ച് ഒറിജിനൽ പാർട്സിൻ്റെ റേറ്റ് തന്നെ ഇതിന് മേടിച്ചിട്ടുണ്ടാവും. ഒരു 10 രൂപയുടെ വ്യത്യാസമൊക്കെ ഉണ്ടാവുള്ളൂ, ചില കേസിൽ കൂടുതലും കാണിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചാണ് കേസാണ്. തൽക്കാലം ക്ലീൻ ചെയ്തിടാം, ഇതൊക്കെ അറിഞ്ഞിരിക്കാം. പിന്നീട് മാറ്റണ സമയത്ത് ഇതൊക്കെ ഒറിജിനൽ പാർട്സുകൾ ഇടാം, അതല്ലെങ്കിൽ പാർട്സുകൾ നമ്മൾ മേടിച്ചിട്ട് കൊടുക്കുക, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ ക്ലച്ച് ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്ലച്ചിനകത്ത് ഇവിടെയൊക്കെ ഓയിൽ സീൽ പോയി കിടക്കണം. ഇവിടെ ഓയിൽ സീൽ പോയിട്ട് ഇതിനകത്തേക്ക് മൊത്തം ഓയിൽ ഇറങ്ങിയാണ് കാണുന്നത്. ഈ സൈഡ് മൊത്തം ഓയിൽ ലീക്കേജാണ്.
അപ്പോൾ ഈ ഓയിൽസിലും ക്രാങ്ക് ഷാഫ്റ്റാണത്, ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഓയിൽസിൽ പോയിട്ടുണ്ട്. ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഓയിൽസിലും പോയേക്കണായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ 2 ഓയിൽസീലുകൾ മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം. ഈ ഭാഗം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിടണം. പിന്നെ നമുക്കതിൻ്റെ ക്ലച്ചിനകത്ത് വരുന്ന വണ്ടിക്ക് വലിയ കുറവും കാര്യങ്ങളൊക്കെ കാണിക്കാനായിട്ടുള്ളൊരു കാരണം അതിൻ്റെ ഈ വേരിയേറ്റർ ബോഡി എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലച്ച് വീല് കംപ്ലൈൻറ്റാണ്. ഇത് രണ്ടും തമ്മിൽ നോക്കുക, അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ കാണിക്കുന്നുണ്ട്. എത്ര ഷെയ്ക്കിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടി ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഒരു വിറയിൽ പോലെ കാണിച്ചിട്ട് വണ്ടി കയറി പോവാം. അത് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അലുമിനിയം വീലും ഈ ബോസ് ഡ്രൈവാണ് മാറ്റിയിടേണ്ടത്. കൂട്ടത്തിക്കടെ ഈ റോളർ സെറ്റും കൂടി മാറ്റി കളയണത് അഫോർഡബിൾ ആണ്. നിങ്ങളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യണമായിരിക്കും നല്ലത്. കാരണം ആ ഒരു ചിലവാണ് വന്നോളൂ. പിന്നീട് അങ്ങടേക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് സർവീസ് ചെയ്ത് പോകുകയാണെങ്കിൽ മാതിരി കംപ്ലയിൻസ് ഇല്ലാത്ത രീതിയിൽ ക്ലിയർ ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റ് ഇടുമ്പോൾ അതിനകത്തൊക്കെ ഇതൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കാം. അതിനുശേഷം ഏതൊക്കെ ഐറ്റംസാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് പെർമിഷൻ തരാണെങ്കിൽ നമ്മളതനുസരിച്ച് ആ രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നീറ്റായിട്ട് അത് ചെയ്തു പോകാനായിട്ട് പറ്റും. പിന്നെ ക്ലച്ച് യൂണിറ്റ് ബാക്കിലത്തെ ഫുള്ള് നമ്മൾ അഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ മൊത്തം തുരുമ്പിട്ടൊരവസ്ഥയാണ്. ഈ റെഡ് കളറിൽ കാണും തുരുമ്പണി കാണും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ഫുള്ളായിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി സാധാരണ ബാക്കിയത്തെ പാർട്സുകൾ കിടക്കണ പോലെ തന്നെ ബെൽറ്റ് കിടക്കണതും ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ് നമ്മൾ കിടക്കണം കേട്ടോ. നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഇപ്പോഴത്തെ സ്റ്റേജിൽ ബെൽറ്റിൻ്റെ ഭാഗത്ത് പൊട്ടലെന്ന് പറഞ്ഞാൽ ഇവിടെ ചെറിയൊരു ചിഹ്നലൊക്കെ ഇതിനകത്ത് കാണുന്നുള്ളൂ. ഇതിങ്ങനെ വന്ന സമയത്ത് ഇതൊക്കെ മാറ്റി കളയണതാണ് ബെറ്റർ. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ നോക്കുമ്പോൾ ഈ സൈഡൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ മാറ്റിയിടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം എന്താ വെച്ചാൽ കമ്പനി ആയിട്ടൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റും. ചെറിയൊരു ക്രാക്ക് ഇതേപോലെ വീണാൽ പോലും നമുക്കറിയാം ഇന്ന കിലോ ഇത്ര കിലോമീറ്റർ ഓടുന്നുള്ള ദിവസം പറയാൻ പറ്റും. ഇതിനകത്ത് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പോകാവുന്നൊരു സംഭവമാണ് ഇപ്പോൾ ഈ ബെൽറ്റ് ഈ ഒരു അവസ്ഥയിൽ കിടക്കണം കേട്ടോ. ഇതുമ്പോൾ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തേക്കണേ. പിന്നെ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമ്മൾ റീസെറ്റ് ആക്കുന്നുണ്ട്. പിന്നെ നമുക്കതിൻ്റെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയും അത്യാവശ്യം ലീക്കേജ് കാണുന്നുണ്ട് ഈ സൈഡിൽ കേട്ടോ. ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റ് ലീക്ക് ആയിരിക്കണം ഈ കാണാൻ. ആ ഹെഡ് കവർ ഗ്യാസ്കറ്റും അതിൻ്റെ മൗണ്ട് റോവറും മാറ്റി റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം ഓക്കെ ആയിക്കോളും. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറഞ്ഞൊരു യൂണിറ്റാണ്. അതും അത്യാവശ്യം അഴുക്കുണ്ട്. അത് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റും പൊട്ടൽ സൗണ്ടും വന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റാണ്. അപ്പോൾ കാർബറേറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട്. നമുക്ക് ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് ഇല്ലാതെ നമ്മൾ അഡീഷണൽ ചെയ്യേണ്ട കേസാണ്. പക്ഷേ കംപ്ലയിൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ കാർബറേറ്ററിൻ്റെ ഭാഗം കൂടി നമ്മൾ അയച്ചിട്ടുണ്ട്. കാർബറേറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് ഇതാണ്. നമ്മൾ ഫുള്ളായിട്ട് അയച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാൽ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഇതിവിടെ ശരിക്കും ഒരു പൗഡർ പിടിച്ച കണ്ടീഷനിൽ ഒരു ഫംഗസ് പിടിച്ചൊരവസ്ഥയിലാണ് കാർബറേറ്റർ അസംബ്ലി ഇരിക്കുക. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോളാണ്. കാരണം പെട്രോള് എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ കിട്ടാം. അതായത് 20% എത്തനോൾ. 1 ലിറ്റർ പെട്രോൾ 200 മില്ലി എത്തനോളാണ്. അതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻസാണ് പറഞ്ഞാൽ നമുക്കിത് കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ചിട്ട് അത് ക്ലീൻ ചെയ്യുന്ന ഒരു സ്പ്രേ ആണ്. അത് ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. പക്ഷേ ഇതിനകത്ത് ഒരു എന്താ പറയുക നമുക്കൊരു സംഭവം കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുള്ള സംഭവം എന്ന് വെച്ചാൽ പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അത് ഈ ഫ്ലോട്ട് വാൽവ് എൻ്റെ ഭാഗമൊക്കെ സീറ്റിങ് ദ്രവിച്ച് പോയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് പെട്രോൾ ഓവർഫ്ലോ വരാനുള്ള സാധ്യതയുണ്ട്. പരമാവധി നമ്മളത് ഇല്ലാത്ത രീതിയിൽ ക്ലീൻ ചെയ്ത് നോക്കണം. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ കംപ്ലയിൻറ്റ് കാണിച്ചാൽ പിന്നെ നമ്മൾ കാർബറേറ്റർ അസംബ്ലി മാറ്റി വെക്കേണ്ടതായിട്ട് വരും. കാരണം ഈ ജെറ്റൊക്കെ ഓൾറെഡി ബ്ലോക്കാണ്. ഈ ഫ്ലോട്ട് വാൽവ് സൈഡൊക്കെ പിടിച്ചേക്കണ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതൊക്കെ ഈ സ്ലോ ജെറ്റും ഫ്ലോട്ട് വാൽവും മാറ്റി കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. പക്ഷേ അതിനകത്തുള്ള റിസ്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വന്നാൽ നമ്മളെ കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. കാർബറേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കാനാണ് പറ്റുള്ളൂ. പക്ഷേ ആ കംപ്ലയിൻറ്റ്സ് വരും എന്ന് ഉറപ്പൊന്നും നമ്മൾ പറയണില്ല. പക്ഷേ വരാനുള്ളൊരു സാധ്യത നിലവിലുണ്ട്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഈ ചെയ്തു പോരുന്ന വണ്ടികളിൽ ഒട്ടുമിക്ക വണ്ടികളിലും ഈ കംപ്ലയിൻറ്റ്സ് റിപ്പീറ്റ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളങ്ങനെ എടുത്ത് പറയണതിൻ്റെ കേസ് കേട്ടോ. അപ്പോൾ കാർബറേറ്റർ അസംബ്ലി നമുക്ക് അഴിക്കാതെ മാർഗ്ഗമില്ല, ക്ലീൻ ചെയ്യാണ്ട് മാർഗ്ഗമില്ല. അപ്പോൾ എന്തെങ്കിലും അഴിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അത് നമുക്ക് അഴിച്ചെന്തെങ്കിലും റിസ്ക് എടുക്കുക തന്നെ. കാരണം അഴിച്ച് ക്ലീൻ ചെയ്യാണ്. എന്തെങ്കിലും പ്രോബ്ലം വരാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതിൻ്റെ എൻജിൻ ഓയിൽ നമ്മൾ നോക്കി ഓയിൽ ചെക്ക് ചെയ്യുമ്പോൾ ഓയിൽ വലിയ മോശം തോന്നണില്ല. ഏകദേശം നല്ല ഓയിലായിട്ടാണ് കാണുന്നത്. ഒരല്പം പൊടിക്ക് ലെവൽ വ്യത്യാസമുണ്ട്. അത് നമുക്ക് എൻജിൻ സൈഡ് ഓയിൽ ലീക്കേജ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ലെവൽ കുറവ് ഒഴിച്ചാൽ ബാക്കിയത്തെ വേറെ പ്രോബ്ലമായിട്ടൊന്നും കാണുന്നില്ല. പിന്നെ ഇതുമ്പോൾ കിടക്കണ സ്പാർക്ക് പ്ലഗൊക്കെ പുതിയ പ്ലഗ് അതുമ്പോൾ കിടക്കണേ. അതും കമ്പനി പ്ലഗൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് പ്ലഗാണ്. അപ്പോൾ തൽക്കാലം കുഴപ്പമില്ല, നമുക്ക് ക്ലീൻ ചെയ്തിടാം. ആ രീതിയിൽ പോട്ടെ. അതിന് ശേഷം നമുക്ക് പിന്നീട് മാറ്റണ സമയത്ത് ഒറിജിനൽ പാർട്സുകളൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം.
പിന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ബോഡി അഴിച്ചിട്ട് ഇത് ഭാഗം കൂടി അഴിച്ചിട്ട് അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താൽ നല്ലതാണ്. കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്കുണ്ട്. സാധാരണ ചെയ്യുമ്പോൾ നമ്മൾ ബോഡി മാത്രമാണ് കഴുകുള്ളൂ, കാരണം പുറമെ കാണുന്ന ഭാഗം മാത്രമാണ് ക്ലിയർ ആവുള്ളൂ. ഇതേപോലെ അഴിച്ച് കഴുകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കുകൾ പോവുള്ളൂ. എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പെയിൻറ്റ് ടച്ച് ചെയ്ത് കാര്യമായിട്ടുള്ള തുരുമ്പിലേക്ക് പോകാതെ പ്രൊട്ടക്റ്റ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ അതും ഓർമ്മയിൽ വെച്ചേക്കാം. ഞാൻ എസ്റ്റിമേറ്റിനകത്ത് അത് ഉൾപ്പെടുത്തിയേക്കാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ബുഷുകളൊക്കെ പുതിയ ബുഷാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഗ്രീൻ ബുഷൊക്കെ കിടക്കുന്നത് പുതിയതാണ്. ലിങ്ക് ബുഷ് നല്ല ബുഷാണ്. പക്ഷേ വണ്ടി ഓടി ഗട്ടറിലൊക്കെ ചാടുന്ന സമയത്ത് ഫ്രണ്ട് സൈഡിൽ നിന്ന് ഒരു അടി വരുന്നുണ്ട്. അത് ഹാൻഡിലിൻ്റെ ബെയറിങ്, അതായത് കോൺസെപ്റ്റ് എന്ന് പറയും. ഈ ഹാൻഡിൽ തിരിയണ ഭാഗത്തൊരു ബെയറിങ് കംപ്ലയിൻ്റ് ഉണ്ട്. അതിൻ്റെയാണ് ആ അടി വര. അത് തൽക്കാലം നമ്മളത് മാറ്റാനായിട്ട് നിൽക്കണ്ട. ഞാനത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബെയറിംഗ് ആണ്. നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ നമുക്കതൊന്ന് ടൈറ്റ് ചെയ്ത് നോക്കാം, അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കാം. ഓടിക്കാനായിട്ട് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കതങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. നേരെ മറിച്ച് നമ്മളിത് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഹാൻഡിലിന് ടൈറ്റ് കാണിക്കുകയാണെന്നുണ്ട്, വണ്ടി ഓടുന്ന സമയത്ത് നമുക്കൊരു വെട്ടൽ കാണിക്കും ടൈറ്റ് ആവുകയാണെങ്കിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ബെയറിങ് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ കോൺസെപ്റ്റിൻ്റെ കേസ്, അതായത് ഹാൻഡിലിൻ്റെ ബെയറിങ്ങിൻ്റെ കേസ് എസ്റ്റിമേറ്റിൽ ഞാൻ ഇപ്പം ഉൾപ്പെടുത്തുന്നില്ല. അത് നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ചെയ്ത്, കാരണം അത് അഴിക്കുമ്പോൾ ഏകദേശം അതിനും ഈ പറഞ്ഞ രീതിയുടെ 1000-1200 രൂപ നമുക്ക് ചിലവുണ്ട്. പാർട്സിൻ്റെയും 1000 രൂപ, ഏകദേശം ഒരു 1000-1500 രൂപ നമുക്കതിന് വരും. കാരണം പാർട്സും ലേബറും എല്ലാം കൂടി വരും കേട്ടോ. അപ്പോൾ അതും ഈ പറഞ്ഞ രീതിയിൽ പെൻഡിങ് നിർത്താം. നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം നമുക്കത് ചെയ്താൽ മതി. തൽക്കാലം നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കാം കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുക. ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ ആയാലും കേബിൾ പുതിയ കേബിളാണ് ഫ്രണ്ട് കിടക്കുക. പക്ഷേ അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഈ മോഡൽ വണ്ടിക്കൊക്കെ 2 കേബിളാണ് ഫ്രണ്ടിലേക്ക് വരിക. ഒരു കേബിൾ ഇതിനകത്ത് കട്ട് ചെയ്ത് കളഞ്ഞേക്കാണ്. അപ്പോൾ അത് കേബിൾ എപ്പോഴും നമുക്കത് സേഫ്റ്റിയുടെ ഭാഗമാണ്. കോമ്പി ബ്രേക്ക് എന്ന് പറയും. ബാക്ക് ബ്രേക്ക്, ഈ ബ്രേക്ക് പിടിക്കുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലത്തെ ഒരു കേബിൾ ലോഡായിട്ട് ഫ്രണ്ട് ബ്രേക്കും കൂടിയും കൺട്രോളിലേക്ക് വരാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. കമ്പൈൻഡ് ബ്രേക്കിംഗ് എന്ന് തന്നെ പറയാം. ആ കോമ്പി ബ്രേക്കിൻ്റെ കേബിൾ നിലവിൽ വണ്ടിയിൽ നിന്ന് എടുത്ത് കളഞ്ഞേക്കാം. അപ്പോൾ അത് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം അത് സേഫ്റ്റിയുടെ ഒരു ഭാഗമാണത് കേട്ടോ. അപ്പോൾ എസ്റ്റിമേറ്റ് ഇടുമ്പോൾ ഞാൻ എസ്റ്റിമേറ്റ് അത് ഉൾപ്പെടുത്തുന്നുണ്ട്. നോക്കിയിട്ട് പറഞ്ഞാൽ മതി. എന്തായാലും റിപ്ലൈ കിട്ടിയിട്ടാണ് നമ്മളതനുസരിച്ചിട്ടാണ് ചെയ്യുള്ളൂ. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ സൗണ്ട്, ബസർ നിലവിലില്ല, ചാടിപ്പോയേക്കണം. അതിൻ്റെ വയറൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഒരു ബസർ സെറ്റ് ചെയ്തേക്കാം. പിന്നെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് മെയിനായിട്ട് കാണിക്കുന്നത് ബാറ്ററിയുടെ കംപ്ലയിൻറ്റ്. ബാറ്ററി ഓൾറെഡി ഇത് ഇരിക്കുന്ന ബാറ്ററി കംപ്ലയിൻ്റാണ്. അത് മിൻഡ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബാറ്ററിയാണ് അത് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി. വോൾട്ട് നോക്കുമ്പോൾ 12.47 വരെ കാണിക്കുന്നുണ്ട് വോൾട്ട്. ലോഡ് കൊടുക്കുന്ന സമയത്ത് 5.67 57ലേക്കൊക്കെ വന്നിട്ടുണ്ട്. 8.5 വോൾട്ടിൽ താഴേക്ക് വന്ന ബാറ്ററി മാറ്റി പുതിയത് വെക്കണം. ആ സ്ഥാനത്താണ് നമ്മളിപ്പോൾ ലോഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 5.55 5.2ലേക്കൊക്കെ ബാറ്ററി വരുന്നത്. അപ്പോൾ നമുക്ക് നിലവിൽ ബാറ്ററിയും മാറ്റി വെക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിലുള്ള മെയിൻ്റനൻസുകളാണ് നമുക്ക് വണ്ടിക്ക് വന്നേക്കുന്നത്. അപ്പോൾ അതൊരു വിധം ക്ലിയറായിട്ട് നമ്മളിപ്പോൾ ചെയ്താൽ തന്നെയാണ് വണ്ടി കറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ടും പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ നിലവിലുള്ള ഡാമേജുള്ള പാർട്സുകളും അത് മാറ്റി വരുമ്പോൾ വരുന്ന കോസ്റ്റും, അതേപോലെ തന്നെ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് കംപ്ലയിൻറ്റ് വന്ന ഈ CDA എന്ന് പറഞ്ഞ യൂണിറ്റ്, ബാറ്ററി അടക്കം ഈ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാനൊന്ന് പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് ഇടാം. വീഡിയോ കണ്ട് മനസ്സിലാക്കുക. കണ്ടതിന് ശേഷം നോക്കിയിട്ട് കൃത്യമായിട്ട് നമുക്ക് ഒരു റിപ്ലൈ തരാം. അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ശരിക്കും എൻ്റെ പീരിയോഡിക് സർവീസ് വരുന്ന ഓരോ 4 മാസം കൂടുമ്പോൾ ഇത് വർക്ക് ചെയ്യാതെ പെൻഡിങ്ങിലേക്ക് ഇടുമ്പോൾ നമുക്ക് തൽക്കാലം വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. പക്ഷേ കംപ്ലയിൻറ്റ്സ് ഇങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ രീതികളെ എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ നമുക്കൊരു വലിയ ഒരു അന്യൊരു ബേഡനായിട്ട് വരും. കാരണം എന്താ വെച്ചാൽ നല്ലൊരു പൈസ മുടക്കി ചെയ്യേണ്ട ഒരു സിറ്റുവേഷനൊക്കെ ആയിട്ട് വരും. ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. നോക്കിയതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അത്യാവശ്യം ഡാമേജുള്ള ഭാഗങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം എസ്റ്റിമേറ്റും കൂടി കമ്പയർ ചെയ്ത് നോക്കിയിട്ട് റിപ്ലൈ ചെയ്യാം. ഓക്കെ.